എല്ലാ ദിവസവും നമുക്ക് ഒരുപാട് കറികളൊന്നും ഉണ്ടാവില്ലല്ലോ ഊണിന്. അങ്ങനെയുള്ള ദിവസം ഇതുപോലൊരു മാങ്ങാപ്പെരുക്ക് ഉണ്ടാക്കി നോക്കൂ. ഒരുപാട് കറികൾക്ക് തുല്യമാണ് ഈ ഒരൊറ്റ മാങ്ങാപ്പെരുക്ക്. അതിന് വേണ്ടത് ഇതുപോലൊരു നല്ല പച്ച മാങ്ങയാണ്. ഇതിൻ്റെ പകുതിയെ ഞാൻ പെരുക്കിന് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി പകുതി ഒരു ഇൻസ്റ്റൻറ്റ് അച്ചാർ ഉണ്ടാക്കാം. ആ അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. തൊലി മുഴുവനായിട്ടൊന്നും കളയണ്ട, കുറച്ചൊക്കെ അവിടെ ഇരുന്നോട്ടെ. ആ തൊലി ഉള്ളതും മാങ്ങാപ്പെരുക്കിനൊരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ പകുതി തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാം. മാങ്ങാപ്പെരുക്ക് കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. ഈ മാങ്ങ നമുക്കിനി ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് ചെനച്ച് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതും ഒരു സ്വാദാണ്. പിന്നെ നല്ല പുളിയുമുണ്ട്. നേരത്തെ എടുത്തത് കൂടാതെ ഒരു ചെറിയ കഷ്ണം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊന്നും കളയുന്നില്ല. ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം. ഒരു മുറി തേങ്ങ ചിരവിയത് മിക്സിയുടെ ബൗളിലേക്ക് എടുക്കുക. അതിലേക്ക് ഈ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. പിന്നെ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കടുകാണ്. ഈ കടുകാണ് ഈ പെരുക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതിൻ്റെ സ്വാദ് കൂട്ടാൻ ഈ കടുക് അത്യാവശ്യമാണ്. അതുപോലെ ആവശ്യത്തിന് തൈര് ഒഴിക്കുക. ഉപ്പും ചേർക്കാം. ഇത്രയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ച് തുടങ്ങിയപ്പോഴാണ് മുളകിട്ടില്ല എന്നോർത്തത്. അതുകൊണ്ടൊരു 3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ഒരു 6ഓ 7ഓ ഒക്കെ ചേർത്താലും എരിവ് അത്ര കൂടാൻ പോകുന്നില്ല. ഇതൊരു നോർമൽ എരിവേ ഉണ്ടാവും. ഇനി വറ്റൽമുളകിന് പകരം പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം. അരച്ച് വരുമ്പോൾ ഈ ഒരു പാകമേ ആവാവൂ. വല്ലാതെ അരഞ്ഞു പോകരുത്. നമ്മുടെ മാങ്ങയും തേങ്ങയും എല്ലാം ഒന്ന് കടിക്കാൻ കിട്ടണം. ആ പാകത്തിന് മതി. ഇനി ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റട്ടെ. നമ്മുടെ പെരുക്കിലേക്ക് കുറച്ചുകൂടി തൈര് ചേർക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അരച്ച് വന്നപ്പോൾ തന്നെ നല്ലപോലെ ക്വാണ്ടിറ്റി കാണുന്നുണ്ടല്ലേ. അതാണ് പെരുക്ക്. പെരുകി വരും. ഇത്രയും കറിയുണ്ടെങ്കിൽ 4ഓ 5ഓ പേർക്ക് സുഖമായിട്ട് ഊണ് കഴിക്കാം. അല്പം കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. തൈര് ചേർത്തപ്പോൾ ഉപ്പ് പോരാതെ വന്നു. എരിവ് ഇപ്പോഴും അല്പം കുറവാണ്. എന്നാലും സ്വാദിനൊരു കുറവും വന്നിട്ടില്ല. നല്ല സ്വാദാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇനി നമുക്കിതൊന്ന് വറുത്തിടുക കൂടി ചെയ്യാം. അത് മസ്റ്റൊന്നുമല്ല, ഇങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. എന്തായാലും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലൽപ്പം കടുകിട്ട് പൊട്ടിക്കാം. കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി ഗംഭീരമാവും. ഇനി ഇതുകൂടി പെരുക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സന്തോഷമായിട്ട് ഊണ് കഴിക്കാം. കുക്കിംഗ് പോലും ആവശ്യമില്ലാത്ത ഒരു കറിയല്ലേ. എത്ര എളുപ്പത്തിൽ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.